Friends, welcome to my college programs. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അതിലെന്താണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ. ഓക്കെ, കമ്മ്യൂണിക്കെയർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കെയർ ഓക്കെ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിക്കെയറിൻ്റെ അർത്ഥം എന്താണ്? കമ്മ്യൂണിക്കെയർ എന്ന് പറഞ്ഞാൽ ടു ഷെയർ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഷെയറിങ് ഓഫ് എന്താണ് ഐഡിയാസ്, നോളേജ്, തോട്ട്സ്, അല്ലേ? അതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ഐഡിയാസ്, അവരുടെ നോളേജ്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. It may be defined as process by which information is exchanged between individuals using common system of അല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ആശയങ്ങൾ കൈമാറുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. അത് ഓരോ സിസ്റ്റം, ഡിഫറെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? വേർഡ്സ്, ബൈ വേർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സിമ്പിൾസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതൊക്കെ പോകെ നമ്മൾ പഠിക്കുന്നുണ്ട്. സയൻസ്, ജസ്റ്റേഴ്സ്, ഓരോരുത്തരുടെ ബിഹേവിയർ, അല്ലേ? ജസ്റ്റ് ഒരു ലുക്കിൽ പോലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കാമെന്നാണ് പറഞ്ഞത്, അല്ലേ? ജസ്റ്റ് ഒരു ചിലരുടെ നോട്ടങ്ങളിൽ നിന്ന് നമുക്ക് അവരെന്താ ഉദ്ദേശിച്ചത് മനസ്സിലാക്കും. പോസ്റ്റേഴ്സ്, ജസ്റ്റേഴ്സ്, സിമ്പിൾസ്, സയൻസ്, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഡിഫറെൻറ്റ് എക്സ്ചേഞ്ചസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഒന്നെന്താണ്? വൺ വേ കമ്മ്യൂണിക്കേഷൻ, അനദർ ഈസ് 2 വേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ 2 ടൈപ്പാണ് കമ്മ്യൂണിക്കേഷനിൽ നമുക്കുള്ളത്. ഒന്ന് വൺ വേ കമ്മ്യൂണിക്കേഷനും 2 വേ കമ്മ്യൂണിക്കേഷനും. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is when there is the flow of information from the sender to the receiver and there is no scope for feedback, അല്ലേ? അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ട് വ്യക്തികൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ടേമിൽ പറയുകയാണെങ്കിൽ ഒരാൾ നമുക്ക് എന്താക്കാം? സെൻഡർ എന്ന് പറയാം. അടുത്ത ആൾ ആരായിരിക്കും? റിസീവർ ആയിരിക്കും. ഓക്കെ, അതായത് ആരാണോ കമ്മ്യൂണിറ്റി മെസ്സേജ് അയക്കുന്നത് അയാൾ സെൻഡറും, ആർക്കാണോ അയക്കുന്നത് അത് റിസീവ് ചെയ്യുന്ന ആളെ റിസീവർ എന്നും പറയുന്നു. അപ്പം വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻഡർ എടുത്തുനിന്ന് ഒരു മെസ്സേജ് റിസീവർക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും. റിസീവർ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം എന്ന് നിർബന്ധം ഉണ്ടാവില്ല, അല്ലേ? അയാളുടെ അടുത്തുനിന്ന് അതിനുള്ള ഫീഡ്ബാക്കോ അതിൻ്റെ ഒരു എന്താ പറയുക മുന്നോട്ടുള്ള അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോവോ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് ഇത് അയച്ചെടുക്കും. ജസ്റ്റ് നമുക്കിപ്പം എന്താണ് ഏതെങ്കിലും കമ്പനീസ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ വരുന്നില്ലേ, നമ്മൾ അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അത് അവരെ ഡ്യൂട്ടി. ഒരു സെൻഡർ ഒരു റിസീവർക്ക് മെസ്സേജ് അയച്ചു, നമ്മളത് കാണുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വൺ വേ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് എന്താണ്? 2 വേ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇറ്റ് ഈസ് വൺ വിച്ച് ബോത്ത് ദ സെൻഡർ ആൻഡ് റിസീവർ ആർ ഇൻവോൾവ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ഇൻഫോർമേഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? സെൻഡറും റിസീവറും അതിൽ ഇൻവോൾവ് ആയിരിക്കും 2 വേ കമ്മ്യൂണിക്കേഷനിൽ. അതായത് ഒരു മെസ്സേജ് പാസ് ചെയ്തു, അതിപ്പം നമ്മളെ ഫ്രണ്ട്സിനെടുത്ത് എക്സാമ്പിൾ പറയുകയാണ്, ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആയിരിക്കും, അല്ലേ? അപ്പോൾ എന്തായാലും അതിലൊരു തിരിച്ചൊരു മറുപടി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അയക്കണ സെൻഡറും റിസീവറും രണ്ടാളും ഇൻവോൾവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? 2 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ് അടുത്തത്? മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് വൺ എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ദെൻ എന്താണ്? വെർബലും ഉണ്ടായിരിക്കാം, നോൺ വെർബൽ. ഈ 2 മെത്തേഡിലാണ് മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുക, അല്ലേ? വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഫോർ ദ പർപ്പസ് ഓഫ് കൺവേയിങ് ഇൻറ്റൻഡഡ് മെസ്സേജ്. ദിസ് ഇൻക്ലൂഡ്, അല്ലേ? അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൽ സ്പോക്കൺ അല്ലെങ്കിൽ ഓറൽ, ഒന്നെങ്കിൽ സ്പോക്കൺ ഓർ ഓറൽ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും.
വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കും. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ വേർഡ്സ് അല്ലെ, രണ്ട് വ്യക്തികൾ ബൈ വേർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ഇൻ ദ റിട്ടൺ ഫോം അല്ലേ. അവിടെ നമ്മളിപ്പോൾ മെയിൽ അയക്കുക അല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് SMS അയക്കുക, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ അല്ലേ, അതൊരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ, ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയക്കുന്നത് എന്താണ്? ആൾക്ക് നമുക്ക് ഒന്നെങ്കിൽ പോസ്റ്റൽ വഴി അല്ലേ, റിട്ടേൺ ആയിട്ട് ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ അയക്കണ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ അയക്കണ കമ്മ്യൂണിക്കേഷനാണ് എന്ത് പറയുന്നത്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം, ഓറൽ ഓർ റിട്ടൺ. ഓറൽ എന്ന് പറഞ്ഞാൽ ബൈ വേർഡ്സ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ആണ്. റിട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും. സെക്കൻഡ് എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷനെ പോലെ അടുത്തതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ വേർഡ്സും ആയിരിക്കില്ല, റിട്ടണും ആയിരിക്കില്ല. പിന്നെ എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈൻസ്, ജസ്റ്റേഴ്സ്, ബിഹേവിയർ, ആക്ഷന്, ഇതിലൊക്കെ ആയിരിക്കും നോൺ വെർബൽ ആയിരിക്കും. അതായത് ഒരു കാര്യം നമ്മൾ ഒരാളോട് വായ കൊണ്ട് പറഞ്ഞിട്ടോ എഴുതിയിട്ടോ അല്ലാതെ അയാളുടെ ആക്ഷന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇയാൾ ദേഷ്യം, ചിലരുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് ഇപ്പോൾ ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ പ്ലസൻ്റ് ആണോ അല്ലേ. അതൊരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അയാളുടെ ഇമോഷൻ നമുക്ക് എങ്ങനെ ആക്കാം? അയാൾ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ സിമ്പിൾസ്, അതായത് ഇപ്പം അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ട്രാഫിക് റൂൾസിലൊക്കെ എന്ന് പറഞ്ഞത് അല്ലേ. ട്രാഫിക് സിഗ്നൽസ് ഒക്കെ ഉണ്ടാവില്ലേ, നിയറസ്റ്റ് സ്കൂൾ ഉണ്ട്, പെട്രോൾ പമ്പ് ഉണ്ട്, പെഡസ്ട്രിയൽ ക്രോസിംഗ് ലൈൻസ് ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസ് ഉണ്ടാവും. അത് കണ്ടാൽ നമുക്ക് എന്താ? അതൊരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിയറസ്റ്റ് ഇന്നതുണ്ട്, ഇങ്ങനെയായിരിക്കും അല്ലെ, ഹോസ്പിറ്റൽസ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നൊക്കെ ആ ഒരു സിമ്പിളിന് മനസ്സിലാക്കും. അതൊക്കെ എന്ത് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതൊരാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞു തരില്ല, നമ്മളിത് ഈ പോസ്റ്റേഴ്സ്, ജസ്റ്റേഴ്സും സിമ്പിൾസും ഒക്കെ കണ്ടിട്ട് മനസ്സിലാക്കുന്നതാണ്. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അതിൽ വരുന്നത്. ദെൻ മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് സ്റ്റൈൽസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് നോക്കി, മെത്തേഡ്സ് നോക്കി, ഇനി സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ എന്താണ്? അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്താ? പേര് പോലെ തന്നെ അഗ്രസീവ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരാൾ അൺപ്ലസൻ്റ് ആണ് അല്ലെങ്കിൽ ആംഗ്രി ആണെന്ന് കരുതുക അല്ലേ. അപ്പോൾ അയാളുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു അഗ്രസീവ് മോഡിലായിരിക്കും അല്ലേ. അത് എന്താ പറയുക, സ്റ്റൈലാണ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഉണ്ട്. ഇതിപ്പം നോക്കാണ്ട് തന്നെ പറയാം, നമുക്ക് പൊളൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അഗ്രസീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റെസ്പെക്റ്റ്, ഇറസ്പെക്റ്റ് അല്ലേ. ഇതെല്ലാം എന്തിൽ വരും? ഒരു ഒരാളുടെ ടോണിൻ്റെ അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആംഗ്രി പേഴ്സൺ ആണെങ്കിൽ അറ്റ് സം പോയിന്റ് യു ഹാവ് എന്ത് ചെയ്യും? അയാളുടെ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? ഒരു അഗ്രസീവ് മോഡലായിരിക്കും ഉണ്ടാവുക. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു സച്ച് എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ സ്ട്രോങ് ഇമോഷൻസ് ആർ എക്സിബിറ്റഡ് അല്ലേ. അപ്പോൾ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അയാളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ ആയിരിക്കും പുറത്ത് വരിക അല്ലേ. ദേഷ്യമാണെങ്കിൽ എക്സ്ട്രീം ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഇമോഷൻ ആണെങ്കിലും അപ്പം അതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും അതിൽ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് എന്ത് പറയുന്നത്? അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ ആണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ. പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ റിസീവർ ആക്സെപ്റ്റ്സ് everything in silence through she had disagreed to the ideas, it can be termed as a passive communication. അതായത് എന്താണ്? നമ്മളൊരു സെൻഡർ ഒരു മെസ്സേജ് പാസ് ചെയ്തു എന്ന് കരുതാം. അപ്പോൾ അത് റിസീവർ എന്ത് ചെയ്യും? റിസീവർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. അത് എന്ത് കൈൻഡ് ഓഫ് എന്താണ് മെസ്സേജ് ആണ് അല്ലെങ്കിൽ ഏത് മോഡിലാണെങ്കിലും റിസീവർ എന്ത് ചെയ്യും? സൈലൻ്റ് ആയിരുന്നത് അത് റിസീവ് ചെയ്യാണ് അല്ലേ. അയാൾക്ക് അതിന് വേറൊന്നും ഒപ്പീനിയൻ ഒന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് ചില ആൾക്കാരെ നമ്മൾ കാണാറില്ലേ, ചിലത് എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, കേട്ടും അതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? പാസീവ് കമ്മ്യൂണിക്കേഷൻ. അയാൾക്ക് അയാളുടെ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യില്ല, സൈലൻ്റ് ആയി നിന്നുകൊണ്ട് എന്താണോ അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അത് ചെയ്തിട്ട് പോവാന്നുള്ള കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് എന്ത്? പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ പേഴ്സൺ അല്ലേ. അവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒരാളുടെ കോൺഫിഡൻസ് കുറവ് അല്ലേ. ചിലപ്പം നമ്മൾ ചില ഓഫീസിലൊക്കെ നോക്കുമ്പം സുപ്പീരിയർ സബോർഡിനേറ്റ്സ് ഇതിൽ സബോർഡിനേറ്റ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് അവർക്ക് അവരുടെ റൈറ്റ് പോലും അറിയാതെ
എന്ത് പറയണം എന്നറിയാതെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രം, എന്ത് പറയുന്നോ അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അത് അവർക്ക് എന്തായിരിക്കും, കോൺഫിഡൻസ് കുറവായിരിക്കും, ഇതിനെക്കുറിച്ച് അറിയാത്തതായിരിക്കും, അവയർനെസ് ഒക്കെ കുറവായിരിക്കും. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് എന്താണെന്ന് പറയുന്നത് പാസീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ മൂന്നാമത്തൊരു സ്റ്റൈൽ എന്താ, പാസീവും അഗ്രസീവും കൂടി ചേർന്നത്, പാസീവ് ഓർ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് സം പേഴ്സൺസ് മേ അപ്പിയർ പാസീവ് ഓൺ ദ സർഫേസ് ബട്ട് എക്സ്പ്രസ് ദെയർ ഡിസഗ്രിമെൻറ്റ്സ് ഇൻ സ്യൂട്ടബിൾ ഫോംസ് അല്ലേ. ചില ആൾക്കാരെന്താ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വരുന്നതായിരിക്കില്ല, സൈലൻ്റായിട്ട് എന്താണോ പറയണത് ആ പണി എടുത്ത് പോകാൻ നിൽക്കും. പക്ഷേ എവിടെയെങ്കിലും അവർക്ക് എന്തെങ്കിലും കാര്യത്തിലൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം അവിടെ പറയണം എന്നുള്ള സ്പേസ് വരുമ്പം അവരവിടെ എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ട് അവരവർ അഭിപ്രായം പറഞ്ഞിട്ട് പോകും അല്ലേ. അങ്ങനത്തെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് സ്റ്റൈലാണ് എന്ത് പറയുന്നത് പാസീവ് ഓർ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ലാസ്റ്റ് എന്താണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, it is the most effective style of communication where a